ഹലോ, ഐ എം ഡോക്ടർ ജിനോ സെബാസ്റ്റ്യൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗട്ട് ഹെൽത്തും എക്സസൈസും അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റിയും തമ്മിലുള്ള ബന്ധമാണ്. നമ്മുടെ വയറിൽ കോടിക്കണക്കിന് ബാക്ടീരിയകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഏകദേശം 100 ട്രില്യൺ. ലോകത്തിലെ മൊത്തം ജനസംഖ്യ നോക്കിയാൽ 8.2 ബില്യൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ 100 ട്രില്യൺ എന്ന് പറഞ്ഞാൽ എത്ര വലിയൊരു സംഖ്യയാണെന്ന് ഊഹിക്കുക. അതിൽ ഗുഡ് ബാക്ടീരിയയും ഉണ്ട്, ബാഡ് ബാക്ടീരിയയും ഉണ്ട്. നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ല ഫുഡ് കഴിക്കുമ്പോൾ ഈ നല്ല ബാക്ടീരിയകളുടെ എണ്ണം കൂടുകയും നമ്മുടെ ആരോഗ്യം നന്നാവുകയും ചെയ്യും. സെക്കൻഡ് ബ്രെയിൻ എന്നാണ് നമ്മുടെ ഗട്ടിനെ അറിയപ്പെടുന്നത്. കാരണം ഡൈജസ്റ്റീവ് അല്ലെങ്കിൽ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളും ബ്രെയിൻ്റെ കമാൻഡ് ഇല്ലാതെ തന്നെ ഗട്ടിന് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഡോക്ടർ കെ.സി. മിൻസിൻ്റെ ഈയൊരു ബുക്ക് വായിക്കാൻ ഞാനിടയായി. അമേരിക്കൻ ഡോക്ടറാണ്. അദ്ദേഹം പറയുന്നത് ഡോക്ടേഴ്സ് ആർ നോട്ട് ക്യൂറിങ് ദ ഡിസീസ്, ദേ ആർ മാനേജിങ് എന്നാണ്. നമ്മുടെ ആ പഴയ ചൊല്ല് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള ആ ചൊല്ല് ഇവിടെ വളരെ പ്രാധാന്യമുള്ളത്. കാരണം നമ്മൾ അസുഖം വരാതെ നോക്കുക എന്നുള്ളതാണ് അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയ നമ്മുടെ ക്യാൻസർ, ഡയബറ്റീസ്, പ്രമേഹം, അതുപോലെ BP, കൊളസ്ട്രോള്, ഇങ്ങനെയുള്ള ഓസ്റ്റിയോപൊറോസിസ്, എല്ല് തേയ്മാനം, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത് നല്ലതാണെങ്കിൽ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് റിസർച്ച് കാണിക്കുന്നുണ്ട്. ഇല്ലിനോയി യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പഠനത്തിൽ ഗട്ട് ഹെൽത്ത് ഫിസിക്കൽ ആക്ടിവിറ്റിയിലൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നതായും നമ്മുടെ പ്രതിരോധ ശക്തി അതുവഴി കൂടുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ ഷോർട്ട് ടൈം ഫാറ്റി ആസിഡ്സ് കൂടുകയും അത് നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സിനെ ബെറ്റർ ആക്കുന്നതായും കണക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ടാകുന്ന മറ്റൊരാണ് അക്രമൻസിയ അല്ലെങ്കിൽ ബൈഫിഡോ ബാക്ടീരിയാസ് ഫിസിക്കൽ ആക്ടിവിറ്റികളെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് നമ്മുടെ ബോഡി ഇൻഫ്ലമേഷൻ, വെയിറ്റ് റിഡക്ഷൻ ഇതിനൊക്കെ സഹായിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ നമ്മുടെ ജപ്പാനിൽ നടന്ന ഒരു റിസർച്ചുണ്ട്. ജപ്പാനിൽ നടന്ന റിസർച്ചിൽ കാണിക്കുന്നത് ഹാപ്പി ഹോർമോൺസായ സെറാട്ടോണിൻ, ഡോപ്പാമിൻ ഹോർമോൺസ് മെയിൻ പ്രൊഡക്ഷൻ നടക്കുന്നത് വയറിലാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൂഡ് എലിവേഷൻ, സ്ട്രെസ്, ആങ്സൈറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നതിന് എപ്പോഴും നമ്മുടെ ഗട്ട് ഹെൽത്ത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ ഇന്ന് തിരക്കിട്ട ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് കുറേ സമയം മാറ്റി വെക്കാൻ ഉണ്ടാവില്ല. ബട്ട് പലതുള്ളി പെരുവെള്ളം ഒരു ദിവസം തുടങ്ങി നമ്മളൊന്ന് എണീറ്റൊരു 10 മീറ്റർ നടന്നാൽ നമുക്ക് അതിൻ്റെതായ ഗുണം. ഇരിക്കുന്ന ഒരു 1 hour ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് നടക്കുക, അല്ലെങ്കിൽ പലതരത്തിൽ അക്യുമുലേറ്റ് ചെയ്ത ഫിസിക്കൽ ആക്ടിവിറ്റിയിലൂടെ നമുക്ക് ഈ ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് ടൈം എക്സസൈസ് ചെയ്യുമ്പോൾ ഓർക്കുക, നിങ്ങൾ മസിലിന് മാത്രമല്ല നിങ്ങളുടെ ഗട്ട് ആർമിയെയും നിങ്ങൾ ശക്തരാകുന്നു. ഓക്കെ, മേക്ക് യുവർ ഗട്ട് സ്ട്രോങ് ആൻഡ് ലിവ് ഹാപ്പി.